ദിവസം കിട്ടിയ സമാധാനം ഉണ്ടല്ലോ, ആ സമാധാനം പോയി. ഹലോ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. പുതുതായി കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് ഇടുന്നാലോ. അപ്പോൾ സ്കൂളിലാണ് ഉള്ളത്, രാവിലെ തന്നെ സ്കൂളിലുള്ളത്. ഓക്കെ, ഇത് നേരെ പോകുന്ന റോഡ് ബ്രിഡ്ജുണ്ടോ, നേരെ പോകുന്ന റോഡാണ് ഖത്തറ. ഓക്കെ, നല്ല തിരക്കാണ് ഈ സമയത്ത്, പെരുന്തിരക്കാണ് റോഡ്. കാരണം ഈ മദ്രസ ടൈമല്ലേ, അതുകൊണ്ട് നല്ല തിരക്കുണ്ടാണ്. ഓക്കെ, ഞാനേ ഖത്തറിൻ്റെ അങ്ങോട്ടേക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് പോയാൽ ബ്രിഡ്ജുണ്ട്. ആ ബ്രിഡ്ജിൻ്റെ മുകളിൽ നോക്കിയാൽ ഖത്തറ വില്ലേജൊക്കെ കാണാം. അപ്പോൾ ഞാനങ്ങനെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് നടന്നു നോക്കിയതാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല, നടന്നു പോകാൻ പറ്റില്ല. ബ്രിഡ്ജിൻ്റെ അങ്ങോട്ട് പോലീസുകാർ കണ്ടാൽ ഫൈൻ അടിച്ചു തരും. വെറുതെ എന്തിനാ വേണ്ടാത്ത പണിക്ക് കഴിഞ്ഞ് മദ്രസ എപ്പോഴോ കഴിഞ്ഞ് പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല. പിന്നെ നോമ്പ് തുറന്നു. ഇനി എനിക്ക് മുറ്റൊന്ന് കഴുകാണ്ട്. ഇന്നലെ മഴ പെയ്തിരുന്നു ഇവിടെ. അപ്പോൾ ഇന്നലെ മഴ പെയ്തിട്ട് ചെക്കന് പുറത്തു കൂടെ സൈക്കിൾ കൂട്ടി വന്നിട്ട് മുറ്റത്ത് കൂടെ മുഴുവൻ കച്ചറ. അപ്പം ഇനി അതിൻ്റെ ഇടയിൽ ഓള് കയറി വന്നു കഴിഞ്ഞാൽ, ഓൾ ഇതുവരെ എത്തിയിട്ടില്ല, പക്ഷെ അവൾ കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ചോറാക്കും. എന്നോട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടല്ലേ പോയത്, എന്നോട് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടല്ലേ പോയതെന്ന് ചോദിക്കും. അപ്പോൾ അതിന് മുമ്പ് അതൊന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ലൗണ്ടറിയിലൊന്ന് പോകണം. അങ്ങനെ അതെ, നമ്മളെ ലൗണ്ടറിയിൽ സാധനമൊക്കെ കൊടുത്തു കഴിഞ്ഞ് ലൗണ്ടറി ഇതാ കിടക്കണം ഇവിടെ. വണ്ടി തിരിക്കാൻ പോയി, ഞാൻ തിരിച്ചു കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട്. ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞ് വന്ന് എന്താ പറയുക, സമാധാനം പോയി. 2 ദിവസം കിട്ടിയ സമാധാനം ഉണ്ടല്ലോ, ആ സമാധാനം പോയി. 36 വരുന്നുണ്ട്, വിളിച്ചു. അപ്പം ഒന്ന് വിമാനത്താവളത്തിലോട്ട് പോകണം 9:30. അടച്ചുപോയി. 2 ദിവസം സമാധാനം ഉറക്കമൊക്കെ കിട്ടിയെന്ന്, ഇനി ഒക്കെ തുമ്പില്ലാണ്ടാവും. സകലതും പോയി, അതാ പറയണേ. അപ്പം ഇനി അതുകൊണ്ട് പരിപാടി ഉണ്ടായി കഴിഞ്ഞിട്ട് നേരെ എയർപോർട്ടിൻ്റെ അടുത്തെത്തി. അതേ ആ കാണുന്ന ലാസ്റ്റ് അവിടെയാണ് എയർപോർട്ട്. ഇവിടെ നോക്കിയാൽ കാണൂല, ഇത് വണ്ടി ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ്. ഓക്കെ, ഉണ്ടോ, കണ്ടമാനം സ്പേസ് ഉണ്ട്. എന്ത് റിമോട്ട് എന്തൊരു പാർക്കാണ്, സെർച്ച് പാർക്ക് അങ്ങനത്തെ പറഞ്ഞൊരു പാർക്കാണ് ഇവിടെ. ഓക്കെ, എയർപോർട്ടിൽ ആകെ 3 മിനിറ്റ് നമുക്ക് കിട്ടുക. അപ്പം കുറച്ച് നേരത്തെ വന്നിട്ട് ഇവിടെ വന്ന് പാർക്ക് ചെയ്യും. പിന്നെ ഈ ഏരിയകളുണ്ടല്ലോ, ഇതൊക്കെ ഫ്രീ ആയിട്ടുള്ള ഏരിയ കേട്ടോ. ഒരു എന്താ പറയുക, പുല്ലുപോലും മുളക്കാത്തൊരു സ്ഥലമാണ് ഈ കാണുന്നത്. ഇവിടെ ആയിരുന്നുകൊണ്ട് ഫിഫൻ്റെ കളിയുള്ള സമയത്ത് വിദേശികൾക്കൊക്കെ ഇവിടെ ആയിരുന്നു ടെൻറ്റും എന്താ പറയുക, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരുന്ന, കൂത്താട്ടം നടന്നതൊക്കെ ഇവിടെയാണ് സംഭവം. ഓക്കെ, നിങ്ങൾ ആ തൂണുകൾ ശ്രദ്ധിച്ചു, തൂണുകൾ ഇങ്ങനെ പോയിട്ട് കുറച്ചുകൂടെ അപ്പുറത്ത് വരെ ഉണ്ട് കേട്ടോ. ഇവിടെ നോക്കുമ്പോൾ പിന്നെയും കുറച്ചുകൂടി ക്ലിയർ ഉള്ളത് അതുകൊണ്ട് ഇവിടെ നിന്ന് എടുക്കുന്നത്. ഇതിങ്ങനെ അങ്ങോട്ടും ഉണ്ട്. ഡോയൊക്കെ നമ്മളെ എന്താ പറയുക, മ്യൂസിയത്തിൻ്റെ അടുത്ത് കയറിയൊക്കെ ഈ ലൈറ്റ്, ഈ തൂണിൻ്റെ ലൈറ്റ് ഉണ്ട്, നല്ല രസമാണത്. രാത്രി എന്താ പറയുക, റോഡിൻ്റെ സെൻട്രൽ ട്രാക്കിലൂടെ പിടിച്ചിട്ട് വീഡിയോ എടുത്ത് അടിപൊളിയാവും. പക്ഷെ നമുക്ക് ഫൈന് കിട്ടുന്നുള്ളത് കൊണ്ടാണ് നമ്മൾ എടുക്കാത്തത്. മൊബൈൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. നല്ല രസമാണത് കാണാൻ. ഒരു പില്ലറാണ് അതിമേൽ അറബിയിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. നേരെ യെല്ലോ ലൈറ്റും ബാക്കി ഫുള്ള് പിങ്ക് ലൈറ്റും. നല്ല രസമല്ലേ, സംപടിപൊളിയല്ലേ. ഇത് കുറച്ചൊന്നുമല്ല ഇതുള്ളൂ കേട്ടോ, ഇത് കുറേ ഉണ്ട്. ഇത് അങ്ങോട്ടൊക്കെ ഉണ്ട്, ആ ഏരിയക്കൊക്കെ ഉണ്ട്, ഈ ഏരിയയൊക്കെ ഉണ്ട്. ഞാൻ കേട്ടത് അങ്ങനെയാണ്, അതായത് വേൾഡ് കപ്പ് സമയത്ത് എല്ലാവർക്കും ഇവിടെ മറ്റേ ഈ എന്താ പറയുക, ടെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വെള്ളടിയും എല്ലാ സെറ്റപ്പും ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അതാ മറ്റേ അതൊക്കെ കണ്ടെയ്നർ ഉണ്ടോ, അവിടെ കണ്ടെയ്നർ ഉണ്ടോ, ആ കാണുന്ന കണ്ടെയ്നർ, ആ വൈറ്റ്, അതൊക്കെ ഇങ്ങനെ അവർക്ക് റൂമായിട്ട് കൊടുത്തിരുന്നതാണ് എന്നാണ് ഞാൻ കേട്ടത് കളിൻ്റെ സമയത്ത്. ഇപ്പം അതൊന്നുമില്ല, ഇപ്പം ഫുള്ള് ഫ്രീ ആയി. ഓക്കെ, ആ സമയത്ത് കൊടുത്താണ്. അപ്പോൾ ജംഷി ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഓനെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ എന്താ പറയുക,
ഇനി 36 എടുക്കുക. ഇനി മനസ്സമാധാനം ഇല്ലാത്ത രാത്രികളാണ്. ഇന്ന് ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ 10 മണിക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഉമ്മാൻ്റെ അടുത്ത് പോകേണ്ടി വരും. അവിടെ പോയാൽ 12 മണി 1 മണി വരെ അവിടെ കുത്തിരിക്കും. കണ്ടിട്ട് ജസ്റ്റ് ഇറങ്ങും, ഒരു 10 മിനിറ്റ് എന്ന് അറിയുന്നുണ്ട്. പക്ഷേ കണ്ടിട്ട് ഇറങ്ങുമ്പോൾ 2-2.5 മണിക്കൂർ കഴിയും. അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ തുമ്പില്ലാണ്ടാവും. ഇന്ന് മുതൽ ഇത്ര 2 ദിവസം ഒരു സമാധാനമാണ്, ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തുമ്പില്ലാണ്ടായി. അപ്പോൾ ഇനി എന്താ പറയുക, ഇനി ഫുള്ള് അലമ്പേക്കാണ്, കച്ചറിങ് അലമ്പലും. പെണ്ണ് വരുന്നതന്നെ അതിനാണ്, കച്ചറ ഉണ്ടാക്കാനാണ്. കാരണം ഒന്നാമത് ഞാൻ ലീവ് ചോദിച്ചില്ലേ, അതിന് ശേഷം തുടങ്ങിയതാണ് ഈ കച്ചറ ഉണ്ടാക്കൽ. മുമ്പ് ഉണ്ട്, പക്ഷേ ഞാൻ അത്ര മെയിൻറ്റാക്കി വിടലൊന്നുമില്ല. പിന്നെ ഇങ്ങനെ ഓരോന്നും കടിച്ചു തൂങ്ങി അങ്ങനെ അലമ്പാക്കി തുടങ്ങിയതാണ് സംഭവം. ലീവ് ചോദിച്ചതിന് ശേഷമാണ് കൂടുതലായത്. അത് ഇവലെ സ്വഭാവമാണ്, പൊതുവെയുള്ള സ്വഭാവമാണ്. അപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ. അപ്പോൾ എന്താ പറയുക, പിന്നെ ഇവിടുത്തെ തണുപ്പ് കാലമൊക്കെ കഴിഞ്ഞ് ചൂടിലേക്ക് കിടക്കുകയാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ. അതുവരെ ബൈ. എപ്പോഴാണ് ഉറങ്ങുക പഠിച്ചമ്പുരാനറിയാം. ഓക്കെ.